എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ നഗ്ഗറ്റ്സ് ആണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ 1/2 കിലോയുടെ പാക്കറ്റാണ് വാങ്ങിച്ചത്. ഇത് വാങ്ങിച്ചതിന് ശേഷം നമുക്കത് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാം. ഫ്രീസറിൽ നിന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ തണുപ്പ് മാറിയ ശേഷം നമുക്കത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ ഏതിൽ വേണമെങ്കിലും നമുക്കത് തയ്യാറാക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടത്തുള്ളൂ. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ പുറമേ കരിഞ്ഞു പോകും. അത് കാരണം നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചിട്ട് നല്ല ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ട് ഇതൊന്ന് മുരിച്ചെടുക്കണം. ഒരു വശം ഒരു 2 മിനിറ്റോളം മരിച്ചെടുത്ത് വീണ്ടും അടുത്ത വശം കൂടെ ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറുവശം കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. തിരിച്ചും മറിച്ചിട്ട് നല്ല ബ്രൗൺ ഷെയ്ഡ് ആകുന്ന വരെ ഇതൊന്ന് മൊരിച്ചെടുക്കണം. വീണ്ടും നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ്. നമുക്കിതേ വലിപ്പത്തിൽ വേണ്ടെങ്കിൽ നമുക്കിത് ചെറിയ പീസുകളാക്കിയിട്ടും നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. വീണ്ടും നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിടല്. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് പുറം മാത്രമേ മുരിയുള്ളൂ, ഉള്ളൊന്നും വേകില്ല. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരണമെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് മുരിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു വശം ബ്രൗൺ ഷെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. മറുവശം കൂടെ ഒന്ന് ബ്രൗണായി വരട്ടെ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതേ പാനിലേക്ക് തന്നെയാണ് നമ്മൾ കറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര എണ്ണ വേണ്ട, കുറച്ച് എണ്ണ അങ്ങ് മാറ്റിയേക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ 3 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞാണ് അത് നമുക്കിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞാണ് കനം കുറച്ച് അതുകൂടെ ചേർത്ത് കൊടുക്കാം.
ചെറിയ 2 ക്യാരറ്റ് നീളത്തിലരിഞ്ഞാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ക്യാപ്സിക്കം അതും ചെറിയതായിട്ടാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇവിടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട. ക്യാരറ്റ് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് എല്ലാം കൂടെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ റെഡ് ചില്ലി സോസ്, ടീസ്പൂൺ ടൊമാറ്റോ സോസ്. ഇത് നന്നായിട്ട് 3 സോസും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച ചിക്കൻ നഗറ്റ്സ് കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വഴറ്റിയെടുക്കുക. വളരെ പെട്ടെന്നല്ലേ. ഇത് നമുക്ക് ചൂടോടെ കൂടി തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ചിക്കൻ നഗറ്റ്സിൻ്റെ വീഡിയോ ആണ് നമ്മളിവിടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് ഇവിടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.